നമസ്തേ. നമ്മൾ പ്രവീൺ പൂർവാർദിലുള്ള രണ്ടാമത്തെ പേപ്പറിലെ ഹിന്ദി സാഹിത്യകാ സംക്ഷിപ്ത് ഇതിഹാസ് എന്നുള്ളതിൽ നിന്നും ഭക്തികാലത്തെക്കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഭക്തികാലിലെ क्वेश्चन इदाना भक्तिकाल की राजनैतिक धार्मिक और सामाजिक परिस्थिति का परिचय दीजिए. ഭക്തികാലത്തിലെ ഭരണപരവും മതപരവും സാമൂഹികമായ പരിസ്ഥിതിയെക്കുറിച്ചുള്ള പരിചയം തരുക. ഹിന്ദി സാഹിത്യമേ ഭക്തികാൽ की സ്വർണ്ണയുഗ് മാനാ ജാത്താ ഹെ. ഹിന്ദി സാഹിത്യത്തിൽ ഭക്തികാലത്തിന് സ്വർണ്ണയുഗ് എന്നാണ് കണക്കാക്കിയിരുന്നത്. ഭക്തികാൽ में जिन भव्य रचनाओं की रचना हुई थी उनमें यह काल स्वर्णयुग बन गया है. ഭക്തികാലത്തിൽ ഏതൊരു രചനകളാണോ രചിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ അത് സ്വർണ്ണയുഗത്തിൽ ആയിരുന്നു. ഭക്തി പ്രധാൻ കാവ്യോം സേ യഹ് കാൽ ഭർ ഗയാ था. ഭക്തിപ്രധാനമായ കാവ്യങ്ങളിൽ ഈ കാലം നിറഞ്ഞു നിന്നിരുന്നു. സഗുൺ ഭക്തി और निर्गुण भक्ति धारा को अपनाकर लिखी गई अनेकानेक रचनाओं मानव मन के साथ साहित्य को भी भरने लगे. സഗുണഭക്തിയും നിർഗുണഭക്തിയും അതിൽ സ്വീകരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന വളരെയധികം രചനകൾ മനുഷ്യ മനസ്സിൽ സാഹിത്യം നിറഞ്ഞു. ഹിന്ദി സാഹിത്യമേ ഇസ് കാൽ കാ സ്ഥാൻ അതുലനീയ ഹെ. ഹിന്ദി സാഹിത്യത്തിൽ ഈ കാലത്തെക്കുറിച്ച് ഭക്തികാലത്തിൻ്റെ ആ സ്ഥാനം എന്നുള്ളത് വേറൊന്നുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ്. അതിൽ ആദ്യത്തേത് രാജനൈതിക് സ്ഥിതി, ഭരണപരമായ സ്ഥിതി. ഭക്തികാൽ की രാജനൈതിക് സ്ഥിതി ബിൽക്കുൽ അലഗ് थी. ഭക്തികാലത്തിൽ ഭരണപരമായ ആ ഒരു സ്ഥിതി തികച്ചും വ്യത്യസ്തമായിരുന്നു. ദേശ് മേ മുഗൾ ശാസൻ था. ദേശത്തിൽ മുഗളന്മാരുടെ ഭരണമായിരുന്നു. രാജ്പുത് അപ്നെ ബീച്ച് മേ ലഡായി കർത്തേ രഹെ. രജപുത്രന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കിയിരുന്നു. ബീച്ച് മേ മുഗൾ സേ ലട്ക അപ്ന ബൽ നഷ്ട കർ ദേത്തെ. ഇടയിൽ മുഗളന്മാർ അവർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് അവരുടെ ബലം തന്നെ നഷ്ടപ്പെടുത്തിയിരുന്നു. തൽവാർ കെ ബൽ പർ ധർമ്മ പരിവർത്തൻ ശുരു ഹോ ചുക്കാ था. വാളിൻ്റെ ബലത്തോടു കൂടിയാണ് മതപരിവർത്തനത്തിൻ്റെ ആ കാര്യങ്ങൾ ആരംഭിച്ചത്. 3 ശതാബ്ദി തക് ഖിൽജി ഔർ തുഗ്ലക് രാജവംശ് ഗദ്ദി പർ थे. 3 ശതാബ്ദത്തോളം ഖിൽജിയും തുഗ്ലക്കും എല്ലാമായിരുന്നു ആ രാജസിംഹാസനത്തിൽ ഇരുന്നിരുന്നത്. ബാദ്മേം ഇബ്രാഹിം ലോധി കോ ഹരാക്കർ ബാബറിനെ ശാസൻ അപ്നായ. അതിനുശേഷം ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചുകൊണ്ട് ബാബർ ഭരണം കൈയടക്കുകയും ചെയ്തു. ദേശ് കി രാജനൈതിക് സ്ഥിതി അച്ചി നഹീ ഥി. ദേശത്തിലെ ഭരണപരമായ സ്ഥിതി ഒരിക്കലും നല്ലതായിരുന്നില്ല. ദേശ് മേ ശാന്തി നഹീ ഥി. ദേശത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടായിരുന്നില്ല. ഹർ കഹി യുദ്ധ കാ വാതാവരൺ ഥാ. എല്ലാവിടെയും യുദ്ധം മാത്രമാണ് ഉണ്ടായിരുന്നത്. ധാർമ്മിക് പരിസ്ഥിതി, മതപരമായ പരിസ്ഥിതി. ഭക്തികാൽ की ധാർമ്മിക് പരിസ്ഥിതിയുമേ പരിവർത്തൻ സ്ഥാൻ പാനേ ലഗ. ഭക്തികാലത്തിൽ മതപരമായ ആ ഒരു അന്തരീക്ഷത്തിന് മാറ്റം സംഭവിക്കാനായി തുടങ്ങി. ജാതിഭേദ് കെ കാരണം നിമ്ന ജാതിക്ക് അനേകാനേക് ലോക് അപ്നാ ധർമ്മ ബദൽനെ ലഗി. ജാതിഭേദം കാരണം താഴ്ന്ന ജാതിയിൽ വളരെയധികം ജനങ്ങൾ അവരുടെ മതത്തെ മാറ്റാനായി തുടങ്ങി. ഹിന്ദു ധർമ്മ की कट्टरता उन्हें दूसरे धर्मों को अपनाने के लिए विवश कर रहा था. ഹിന്ദു മതത്തിൻ്റെ ആ ഉറച്ച വിശ്വാസം മറ്റുള്ള മതം സ്വീകരിക്കുന്നതിന് വേണ്ടി അവർ വളരെയധികം പരിശ്രമിച്ചു. കുച്ച് ലോക് നിർഗുൺ സമ്പ്രദായക്കോ അപ്നാനെ ലഗി. കുറച്ച് ജനങ്ങൾ നിർഗുണ സമ്പ്രദായത്തെയാണ് സ്വീകരിച്ചത്. സൂഫി സമ്പ്രദായക്ക പ്രചലൻ ഹോനെ ലഗ. സൂഫി സമ്പ്രദായം പ്രചലിക്കുകയും ചെയ്തു. കബീർ ഹിന്ദു മുസൽമാൻ ഏകതാക്കെ ലിയെ കാം കർണേ ലഗി. ആ കാലഘട്ടത്തിൽ കബീർ ദാസ് ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനായി തുടങ്ങി. ദേശ് ഭർമേ ഭക്തി കോ സ്ഥാൻ മിൽനെ ലഗ. ദേശം മുഴുവൻ ഭക്തിക്ക് സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ദക്ഷിൺ ഭാരത് മേ ആൾവാർ ഭക്തോംനെ ഭക്തി കി ധാര ബഹായി. ദക്ഷിണ ഭാരതത്തിൽ ആൾവാർ ഭക്തന്മാരെല്ലാം തന്നെ ഭക്തിയുടെ ഒരു ഒഴുക്കാണ് അവിടെ ഉണ്ടാക്കിയത്. യഹി ധാര ഉത്തർ ഭാരത് മേ ബഹ്നെ ലഗി. ഇത് ഉത്തര ഭാരതത്തിലാണ് കൂടുതലായി നടന്നുകൊണ്ടിരുന്നത്. ലോക പൂർണ്ണ മനസ്സേ ഭക്തി കോ അപ്നാനെ ലഗ. ജനങ്ങൾ മുഴുവനായ രീതിയിൽ ഭക്തിയെ സ്വീകരിച്ചു. ധാർമ്മിക് സ്ഥിതി ബഹുത് ഹി അച്ചി രഹി. മതപരമായ സ്ഥിതി വളരെയധികം നല്ലതായിരിക്കുകയും ചെയ്തു. യഹി വിചാർധാര സാഹിത്യക്കെ മൻമേം ഭീത. ഈ ഒരു ചിന്താഗതി സാഹിത്യകാരന്മാരുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഇസ്ലിയെ ഭക്തികാലമേ അനേകാനേക് ഭവ്യ കാവ്യ നിക്കലെ. അതിനാൽ ഭക്തികാലത്തിൽ വളരെയധികം ഭവ്യമായ കാവ്യങ്ങൾ പുറത്തിറങ്ങി. സാമാജിക് പരിസ്ഥിതി,
മുഗൾ ശാസൻ കാ പ്രഭാവ് ഭക്തികാൽ കെ പഹലെ സെ ഭാരത് മേ ദേഖ്നെ ലഗെ. മുഗൾ ഭരണത്തിൻ്റെ ആ സ്വാധീനം ഭക്തികാലത്തിൽ ആദ്യം മുതൽ തന്നെ ഭാരതത്തിൽ കാണുവാനായി കഴിഞ്ഞു. മുഗൾ ശാസൻ മേ ഹിന്ദു നാരിയും സുരക്ഷിത് നഹീ ഥി. മുഗൾ ഭരണകാലത്ത് ഹിന്ദു സ്ത്രീകൾ ഒരിക്കലും സുരക്ഷിതരായിരുന്നില്ല. ഹിന്ദുവോം കോ അപ്നെ സമ്പ്രദായക്കോം ബച്ചാനെ കെ ലിയെ കഷ്ട ഭോഗ്ന പട. ഹിന്ദുക്കൾക്ക് അവരുടേതായിട്ടുള്ള സമ്പ്രദായത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായി വന്നു. ലഡ്കിയാം കി സ്ഥിതി ബി സുരക്ഷിത നഹീ രഹി. പെൺകുട്ടികളുടെ സ്ഥിതിയും ഒരിക്കലും സുരക്ഷിതമായിരുന്നില്ല. സമാജ് മേ അനേക് കുപ്രഥായും സ്ഥാൻ പാനെ കാ യഹി കാരൺ രഹ. സമൂഹത്തിൽ വളരെയധികം ചീത്ത ആചാരങ്ങൾക്കുള്ള സ്ഥാനം നേടുവാൻ കഴിയുകയും ചെയ്തു. അപഹരൺ, ബലാത്കാർ ആദി സെ നാരി വർഗ ബഹുത് ഹി ചിന്തിത. കട്ടുകൊണ്ടുപോകലും ബലാത്കാരം ചെയ്യലും ഇതെല്ലാം ഈ സ്ത്രീവർഗം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. അപ്നെ ബേട്ടി ബഹനോം കി രക്ഷ കെ ലിയെ ഭാരത് മേ പഹലി ബാർ ബാൽ വിവാഹ കി പ്രഥ അപ്നായി ഗയി. അതിനാൽ തൻ്റെ മകളുടെയോ അതല്ലെങ്കിൽ സഹോദരിയുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി തന്നെ ബാലവിവാഹത്തിൻ്റെ ആ ഒരു ആചാരം സ്വീകരിക്കേണ്ടതായി വന്നു. യഹി നാരി കോ ദൂസരി ശ്രേണിക്ക് ബനായി തി. അതിനാൽ സ്ത്രീകളെ വേറൊരു ഭാഗത്താക്കി തീർത്തിരുന്നു. ബാൽ വിവാഹസെ ലഡ്കി കാ ഹർ അധികാർ ഛീൻ ഗയ. ബാലവിവാഹത്തിലൂടെ പെൺകുട്ടിയുടെ എല്ലാ അധികാരങ്ങളും തട്ടിപ്പറിക്കലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. നാരി ബോക്കി വസ്തു മാനി ഗയി. സ്ത്രീ ഒരു എല്ലാത്തിനും ഉള്ള ഒരു വസ്തു മാത്രമായി കണക്കാക്കപ്പെട്ടു. സേ സദാ നർക്കെ അധീൻ രഹന പട. എന്നും ഒരു പുരുഷൻ്റെ അടിമയായിരിക്കാനായിരുന്നു ഉണ്ടായിരുന്നത്. ബന്ധൻ പർ ബന്ധൻ ഡാൽനെ ലഗ. ബന്ധനങ്ങൾക്ക് മേൽ ബന്ധനങ്ങളായിരുന്നു അവൾ അനുഭവിക്കേണ്ടി വന്നത്. ബാൽ വിധവാക്കി സ്ഥിതി സെ ബിൽക്കുൽ ദയനീയഹീതി. ഒരു ചെറിയൊരു പെൺകുട്ടി വിധവയായാൽ പോലും ആ സ്ഥിതിയും തികച്ചും ദയനീയമായിരുന്നു. ഉസേ എന്ന കുച്ച് ദിയ ജാത്ത. അവൾക്ക് ഒന്നും തന്നെ കൊടുക്കുമായിരുന്നില്ല. ജാൻവരവും സെ ബി ഉസ്കി സ്ഥിതി ദയനീതി. മൃഗങ്ങളെക്കാൾ വളരെയധികം മോശമായ അവസ്ഥയായിരുന്നു ആ കാലഘട്ടത്തിൽ. സതീപ്രദാസെ അനേക് സ്ത്രീയാം കി ഹത്യാക്കി ഗയി. സതീപ്രഥയിലൂടെ വളരെയധികം സ്ത്രീകൾ സ്വയം ആത്മാഹുതി ചെയ്യപ്പെട്ടു. സമാജമേ അനേകാനേക് പ്രദായും സ്ഥാൻ പാനെ ലഗി. സമൂഹത്തിൽ ധാരാളം ചീത്ത ആചാരങ്ങൾ സ്ഥാനം നേടിയെടുത്തു. സമാജ് കെ ഇസി സ്ഥിതി കെ കാരൺ ലോകോം കെ മൻമേ ഭയ് കെ സ്ഥാൻ മിൽനെ ലഗി. സമൂഹത്തിലെ ഈ ഒരു സ്ഥിതി കാരണം ജനങ്ങളുടെ മനസ്സിൽ എന്നും ഭയം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇസി ഭയ് കെ കാരൺ ഉൻ സബ്കെ മൻമേ ഭക്തി കി ധാരാ ഭി ബഹനെ ലഗി. ആ ഒരു പേടി കാരണം എല്ലാവരുടെയും മനസ്സിലും ഭക്തി എന്നുള്ള ഒരു ഒഴുക്ക് ഉണ്ടാകുവാനായി തുടങ്ങി. ഭാഷ ഔർ സാഹിത്യ. ഭാഷ ഔർ സാഹിത്യ കെ ലിയെ ഭക്തികാൽ നിസ്സന്ദേഹ് സ്വർണ്ണകാൽ ഹെ. ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും കാര്യത്തിൽ ഭക്തികാലത്തെ സംശയമില്ലാതെ പറയാം സ്വർണ്ണയുഗമാണ് എന്ന്. അനേകാനേക അൻമോൽ കൃതിയാം കാ സൃജൻ ഇസി കാൽമേ ഹുവാദ. വളരെയധികം വിലപിടിച്ച കൃതികളെല്ലാം ഈ കാലഘട്ടത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഹിന്ദി കാ വാസ്തവിക് രൂപ് ഇസി കാൽമേ ചമക്നെ ലഗെ. ഹിന്ദിയുടെ വാസ്തവികമായ രൂപം ഈ കാലഘട്ടത്തിൽ തിളങ്ങുവാനായി തുടങ്ങി. അവധി ഔർ വ്രജഭാഷ കാ സഹി രൂപി ഇസ് കാൽമേ ദേഖ്നെ കോ മിൽത്താ ഹെ. അവധി ഭാഷയുടെയും വ്രജഭാഷയുടെയും ശരിയായ രൂപം ഈ കാലഘട്ടത്തിൽ കാണാനായി കഴിഞ്ഞിരുന്നു. ഹിന്ദി കാ സ്വർണ്ണ മുഗട്ട് ശ്രീരാംചരിത് മാനസ് കാ സൃജൻ സന്ത് തുളസീദാസ് കെ അവധി മേ ഇസ് കാൽ മേ ഹുവ. ഹിന്ദിയിലെ സ്വർണ്ണ മുകുടത്തിന് ശ്രീരാമചരിതമാനസിൻ്റെ സൃഷ്ടിയും സന്ത് തുളസീദാസിൻ്റെ അവധിയിലുള്ള ഈ കാലത്തിലാണ് ഉണ്ടായത്. ബ്രജഭാഷ മേ സൂർദാസ് സെ കൃഷ്ണലീലാവും കാ വർണ്ണൻ മധുർ രൂപ് സെ കിയാ ഗയ. ഭക്തി കാലഘട്ടത്തിൽ ബ്രജഭാഷയിൽ സൂർദാസ് രചിച്ച കൃഷ്ണലീലകളുടെ വർണ്ണനം വളരെയധികം നല്ല രീതിയിൽ കാണാൻ കഴിയുന്നു. സൂർസാഗർ, രാംചന്ദ്രിക, ബിഹാരി സത്സയി, മീര കെ പദ് ആദി അനേകാനേക് मनमोहक काव्यों का निर्माण इसी काल में हुआ. ഈ കാലഘട്ടത്തിലാണ് സൂർസാഗർ, രാമചന്ദ്രിക, ബിഹാരി സത്സയി, മീര കെ പദ് തുടങ്ങിയ വളരെയധികം മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാവ്യങ്ങൾ നിർമ്മിക്കുന്ന കാലഘട്ടമായി കണക്കാക്കിയിരുന്നത്. ഭാരതീയ ജീവൻ ശൈലി पर प्रकाश डालते हुए മാനവ മൂല്യം पर भी ये काव्य प्रकाश डालते हैं. ഭാരതീയ ജീവിതത്തിൻ്റെ ശൈലിയിൽ ചിത്രീകരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആ മൂല്യത്തെ, വിലയെക്കുറിച്ചും ഈ കാവ്യത്തിൽ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദി കെ പൂർവ്വ മധ്യകാൽ की ഭക്തിധാരാവും की വിശേഷത पर പ്രകാശ डाली. ഹിന്ദിയിൽ പൂർവ്വ മധ്യകാലത്തിൽ ഭക്തിധാരയെക്കുറിച്ചുള്ള വിശേഷതകളെക്കുറിച്ച് എഴുതുക. हिंदी के पूर्व मध्यकाल के नाम से जाने वाले यह समय हिंदी का स्वर्णयुग ഭക്തികാൽ ही है. ഹിന്ദിയിൽ പൂർവ്വ മധ്യകാലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഈ കാലഘട്ടം ഹിന്ദിയിലെ സ്വർണ്ണയുഗത്തിൻ്റെ ഭക്തികാലമാണെന്ന് പറയപ്പെടുന്നു. കുച്ച് വിദ്വാനും ഇസെ പൂർവ്വ മധ്യകാൽ മാനത്തെ ഹെ. കുറച്ച് വിദ്വാൻമാർ ഇതിനെ പൂർവ്വ മധ്യകാൽ എന്ന് പറയുന്നു.
ബഹുമുഖി സാധന സെ ഇസ് കാൽ കോ പൂർവ്വ മധ്യകാൽ കെ നാം സെ ജാനത്തെ ഹെ. ബഹുമുഖി ആ സാധനയിലൂടെ ഈ കാലഘട്ടത്തിൽ പൂർവ്വ മധ്യകാലിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഭക്തികാൽ ഹിന്ദി സാഹിത്യ കാ സ്വർണ്ണയുഗ് ഹെ. ഭക്തികാൽ ഹിന്ദി സാഹിത്യത്തിൻ്റെ സ്വർണ്ണയുഗമാണ്. ഇസ് കാൽ മേ ജിത്തിനെ രചനാവും കി രചന ഹുയി ഉത്നി മഹത്വപൂർണ്ണ രചനായി കിസി ഓർ കാൽ മേ നഹി ഹുയി തി. ഈ ഭക്തികാലത്തിൻ്റെ ആ കാലഘട്ടത്തിൽ എത്രത്തോളം രചനകളാണോ രചിച്ചിരിക്കുന്നത് അത്രയും മഹത്വപൂർണ്ണമായ രചനകൾ വേറെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് കാണാനായി കഴിയില്ല. ഇസ്കെ പ്രമുഖ് കാരൻ ലോകോം കി മനോഭാവന തഥാ കവിയോം കി ക്ഷമത ബി ഹെ. അതിനുള്ള പ്രധാന കാരണം ജനങ്ങളുടെ ആ മനോഭാവനയും കവികളുടെ ക്ഷമതയുമാണ്. ഇസ് കാൽ കി രചനാവും മനുഷ്യ മൻ കോ ഭക്തി സെ ഭർനെ കി ക്ഷമത രക്തി ഹെ. ഈ കാലഘട്ടത്തിൽ രചനകൾ മനുഷ്യൻ്റെ മനസ്സിൽ ഭക്തി നിറയ്ക്കുന്നതിനുള്ള ക്ഷമതയാണ് ഉണ്ടാകുന്നത്. മനുഷ്യ മൻ കോ ചൂനെ ഔർ ഉസ്മേ ഭാവനയെയും ഭർനെ കി താക്കത്ത് രക്തി ഹെ. മനുഷ്യൻ്റെ മനസ്സുകളെ തൊട്ടുണർത്തുന്നതിനും അവരുടെ ഭാവനകൾ നിറയ്ക്കുന്നതിനുള്ള ശക്തിയും ഇതിലൂടെ ലഭിക്കുന്നു. ഭക്തികൾക്ക് വിഭിന്ന ശാഖാവുമേ ഭാണ്ഡേ രഖേ ഹെ. ഭക്തികാലത്തെ വിഭിന്ന ഭാഗങ്ങളായി വിഭജിച്ചിട്ടുണ്ട്. പ്രമുഖ് രൂപ് സേ ഇസ്കാ ദോ ഭേദ് ഹെ. പ്രമുഖമായ രീതിയിൽ ഇതിന് 2 ഭേദങ്ങളാണ് ഉള്ളത്. സഗുൺ ഭക്തി और निर्गुण भक्ति. ഒന്ന് സഗുൺ ഭക്തിയും ഇനിയൊന്ന് നിർഗുൺ ഭക്തിയും. സഗുൺ ഭക്തി में कवि भगवान के रूप में रंग को मानकर उनकी ലീലാവും का വർണ്ണൻ करते हैं. സഗുൺ ഭക്തിയിൽ കവി ഈശ്വരൻ്റെ രൂപത്തിൽ കാണുകയും ഭഗവാന്റെ ലീലകളെക്കുറിച്ച് വർണ്ണിക്കുകയും ചെയ്യുന്നു. നിർഗുൺ ഭക്തി ശാഖാമേ കവി ഭഗവാൻ കെ രൂപ में रंग नहीं मानते. നിർഗുൺ ഭക്തി ശാഖയിൽ ഭഗവാന് രൂപമൊന്നും ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. വേ തോ നിർഗുൺ നിരാകാർ ഭക്തി അപ്നാക്കർ ഭഗവാൻ കെ പ്രതി ഭക്തിഭാവ് ദർശാത്തെ ഹെ. അവർ നിർഗുൺ ഭക്തിധാരയിൽ ചെയ്യുന്നത് നിരാകാരനായിട്ടുള്ള ആ ഭക്തി സ്വീകരിച്ചുകൊണ്ട് ഈശ്വരൻ്റെ ആ മൂർത്തി രൂപമല്ലാത്തതിനെ സ്വീകരിച്ചുകൊണ്ട് ഭക്തി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിർഗുൺ ഭക്തി കോ ജ്ഞാനാശ്രയി ശാഖ തഥാ പ്രേമാശ്രയി ശാഖാമേ ബാണ്ഡ്രക്കെ ഹെ. നിർഗുൺ ഭക്തി ശാഖയ്ക്ക് 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ജ്ഞാനാശ്രയി ശാഖ, രണ്ടാമത്തേത് പ്രേമാശ്രയി ശാഖ എന്നുള്ളതാണ്. സഗുൺ ഭക്തി राम भक्ति तथा कृष्ण भक्ति शाखा के रूप में भगवान राम और कृष्ण की भक्तिधारा बहाती रहती है. സഗുൺ ഭക്തിധാരയിൽ രാമഭക്തി ശാഖ എന്നും കൃഷ്ണഭക്തി ശാഖ എന്നും 2 രൂപമായി അതിനെ വിഭജിച്ചിരിക്കുന്നു. ഭഗവാൻ രാമൻ്റേതും കൃഷ്ണൻ്റെ ഭക്തിധാര അതാണ് പറയുന്നത്. ഭഗവാൻ രാമൻ്റേത് രാമഭക്തി ശാഖ എന്നും കൃഷ്ണനെ കുറിച്ച് പറയുന്നത് കൃഷ്ണഭക്തി ശാഖ എന്നും അപ്രകാരമാണ് അതിൽ 2ആയി വിഭജിച്ചിരിക്കുന്നത്. ജ്ഞാനാശ്രയി ശാഖ. ജ്ഞാനാശ്രയി ശാഖയിൽ സന്ത് മാർഗ് ഭി കഹ. ജ്ഞാനാശ്രയി ശാഖയെ സന്ത് മാർഗ് എന്ന് പറയുന്നു. ഇസ് ധാരാക്കെ കവി ജ്ഞാൻ കോ ഹി ഭഗവാൻ മാനത്തെ ഹി. ഈ ഇതിലുള്ള കവികൾ ജ്ഞാനത്തെയാണ്, അറിവിനെയാണ് ഭഗവാൻ എന്ന് കണക്കാക്കുന്നത്. സച്ചേ ജ്ഞാൻ സേ ഭഗവാൻ കി പ്രാപ്തി ഇൻകാ ലക്ഷ്യരഹ. സത്യസന്ധമായിട്ടുള്ള അറിവോടുകൂടി ഭഗവാനെ പ്രാപ്തി നേടുന്നത് ഇതിനൊരു ലക്ഷ്യമായിരുന്നു. നിരാകാർ ഈശ്വർ കി ഉപാസന കർക്കെ യേ ബ്രഹ്മ കെ സത്യ പർ വിശ്വാസ് കർത്തേ ഹെ. നിരാകാരനായ ഈശ്വരനെ ഉപാസന ചെയ്യുകയും ബ്രഹ്മമാണ് സത്യം എന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ഇൻകെ അനുസാർ ഭഗവാൻ കാ കോയി രൂപ രംഗ് നഹി. അവർ ജ്ഞാനാശ്രയി ശാഖയിലെ കവി പറയുന്നതനുസരിച്ച് ഭഗവാന് യാതൊരു രൂപമോ നിറമോ ഒന്നും തന്നെ ഇല്ല. വേത്തോ ഗഡ് ഗഡ് മേ ലഗതാ ഹെ. ഓരോ കണികയിലും വസിക്കുന്നു എന്നാണ് പറയുന്നത്. ജ്ഞാൻ ഹി ഭഗവാൻ തക് ആദ്മിക്കോ ലേ ജാ സക്താ ഹെ. അറിവാണ് ഈശ്വരനിലേക്ക് മനുഷ്യനെ എത്തിച്ചേർക്കുന്നത് എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഭക്തി കാ യ പ്രവാ ദക്ഷിൺ സേ ഉത്തർ തക് പഹുഞ്ച് ജാത്ത. ഭക്തിയുടെ ഈ പ്രവാഹം തെക്ക് മുതൽ വടക്ക് വരേക്കും എത്തുന്നു. നാഥ് തഥാ സിദ്ധ സമ്പ്രദായക്കെ പ്രഭാവ് സേ ജ്ഞാനാശ്രയി ശാഖ और പ്രചലിത ഹുവാത്ത. തഥാ സിദ്ധ സമ്പ്രദായത്തിലെ ആ സ്വാധീനത്തിലൂടെയാണ് ജ്ഞാനാശ്രയി ശാഖ പ്രചലിതമായത്. ബൗദ്ധ സിദ്ധോം കെ പ്രഭാവ് ഇന്മേം പായ ജാത്ത. ബൗദ്ധ സിദ്ധന്മാരുടെ ആ സ്വാധീനം ഇതിൽ കാണാൻ കഴിയുന്നു. ഗോരഖ്നാഥ് കെ കർമ്മകാണ്ഡ് കാ വിരോധ കർ ജ്ഞാൻ മാർഗോ കോ അപ്നാനെ പർ ജോർ ദിയാത്ത. ഗോരഖ്നാഥിൻ്റെ കർമ്മകാണ്ഡത്തിനെ എതിർത്തുകൊണ്ട് ജ്ഞാനമാർഗത്തെ സ്വീകരിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. ജ്ഞാനാശ്രയി ശാഖ കെ സബ്സെ പ്രമുഖ കവി തോ സന്ത് കബീർദാസ്. ജ്ഞാനാശ്രയി ശാഖയിലെ ഏറ്റവും പ്രമുഖമായ കവി സന്ത് കബീർദാസാണ്. ഹിന്ദു മുസൽമാൻ दोनों धर्मों के अंधविश्वास का खंडन कर इन्होंने ज्ञान का प्रसार किया.
ഹിന്ദു മുസൽമാൻ രണ്ട് മതങ്ങളെയും ആ അന്ധവിശ്വാസത്തെ എതിർത്തുകൊണ്ട് അവർ ജ്ഞാനത്തിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു. ഭഗവാൻ और भक्ति को मानने पर भी भगवान के रूप और रंग को नहीं मानकर सच्चे ज्ञान का प्रचार इन्होंने अपनी रचनाओं से किया था. ഭഗവാന്റെയും ഭക്തിയെയും അംഗീകരിച്ചുകൊണ്ട് ഭഗവാന്റെ രൂപത്തിലും രംഗത്തിലും ഒരിക്കലും കണക്കാക്കാതെ ശരിയായ ജ്ഞാനത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇവർ വളരെയധികം രചനകൾ രചിച്ചു. ദാദു ദയാൽ, രൈദാസ്, ഗുരുനാനക്, ധർമ്മദാസ്, മല്ലൂക്ദാസ്, സുന്ദർദാസ് ആദി മഹാൻ കവി ഈ കവികളെല്ലാം തന്നെ ഈ മാർഗത്തിലെ നായകന്മാരായിരുന്നു. प्रेमाश्रयी शाखा भक्तिकाल के निर्गुण भक्ति शाखा का दूसरा प्रमुख शाखा है प्रेमाश्रयी शाखा. ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തി ശാഖയിലെ ഇനിയൊരു പ്രമുഖമായ ഒരു ശാഖയാണ് പ്രേമാശ്രയി ശാഖ. ഇസേ സൂഫി ശാഖ ഭി കഹത്തെ ഹെ. പ്രേമാശ്രയി ശാഖയെ പറയുന്ന ഇനിയൊരു പേരാണ് സൂഫി ശാഖ എന്ന്. ये പ്രേം കോ ഭഗവാൻ മാന്യേ മഹാൻ കവിത്തെ. സ്നേഹമാണ് ഈശ്വരൻ എന്ന് അംഗീകരിക്കുന്ന കവിയായിരുന്നു. സൂഫി ശാഖ കെ കവി ബി ഭഗവാൻ കെ രൂപ और രംഗ കോ നഹി മാനത്തെ थे. സൂഫി ശാഖയിലെ കവികൾ ഭഗവാന്റെ രൂപവും രംഗത്തെ അംഗീകരിച്ചിരുന്നില്ല. പവിത്ര പ്യാർ കോ അപ്നാനെ സെ ഭഗവാൻ കി പ്രാപ്തി ഇൻകാ ലക്ഷ്യ രഹ. പവിത്രമായ സ്നേഹം എവിടെയുണ്ടോ അവിടെ ഈശ്വരപ്രാപ്തി ലഭിക്കും എന്നുള്ള ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. സച്ചേ പ്യാർ മാത്ര കോ അപ്നാക്കർ ഭഗവാൻ തക് പഹുഞ്ച് പാന ഇൻകാ ഉദ്ദേശ് രഹ. ശരിയായ ആ സ്നേഹം സ്വീകരിക്കുകയും ഭഗവാനിലേക്ക് എത്തിച്ചേർക്കുന്നതിന് വേണ്ടി ഒരു ഉദ്ദേശവുമായി തീർന്നു. സൂഫി സന്ത് അറബ് തഥാ ഇറാഖ് മേ രഹനെ വാലെ ദേ. സൂഫി സന്യാസിമാർ ഇറാഖ് അവരിൽ താമസിക്കുന്നവരായിരുന്നു. വേ ഊനി വസ്ത്ര പഹൻതേ ദേ. അവർ ഉള്ളൻ കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. ഉൻകാ ജീവൻ സരൾ ഏവം പവിത്രത. അവരുടെ ജീവിതം വളരെയധികം ലളിതവും പവിത്രവുമായിരുന്നു. ജായ്സി, കുത്തുബൻ, मंजन, उस्मान, शेख नबी आदि कवि इस परंपरा के अंदर आते हैं. ജായ്സി, കുത്തുബൻ, മഞ്ചൻ, ഉസ്മാൻ, ഷേഖ് നബി തുടങ്ങിയവരെല്ലാം തന്നെ ഈ പരമ്പരയിൽ കടന്നു വരുന്നവരായിരുന്നു. രാമഭക്തി ശാഖ हिंदी साहित्य में भक्तिकाल को स्वर्णयुग मानने का श्रेय खासकर രാംഭക്തി ശാഖ को है. ഹിന്ദി സാഹിത്യത്തിൽ ഭക്തികാലത്തെ സ്വർണ്ണയുഗമാക്കുന്നതിൽ ഏറ്റവും പ്രധാന കീർത്തി നേടിയത് പ്രത്യേകിച്ചും രാംഭക്തി ശാഖയ്ക്കായിരുന്നു. അനുപം കൃതിയോം സെ സാഹിത്യ കോ ബരാനെ മേം രാംഭക്തി ശാഖ കെ മഹാൻ കവി തുളസീദാസ് സഫലതം രഹി. വളരെ നല്ല കൃതികൾ സാഹിത്യത്തിൽ നിറയ്ക്കുന്നതിന് രാംഭക്തി ശാഖയിലെ പ്രസിദ്ധ കവിയായ തുളസീദാസ് അതിൽ വിജയം കൈവരിച്ചു. ശ്രീരാം के प्रति भक्ति भाव दर्शन के कारण इस शाखा का नाम രാംഭക്തി ശാഖ പട. ശ്രീരാമനെ പറ്റിയുള്ള ഭക്തിയുടെ ഭാവന കാണിച്ചതുകൊണ്ടാണ് ഈ ശാഖയിൽ പേര് രാംഭക്തി ശാഖ എന്ന് വന്നത്. ശ്രീ രാമാനുചാര്യ ഈ ശാഖ കാ പ്രവർത്തക രഹി. ശ്രീ രാമാനുചാര്യനായിരുന്നു ഈ രാംഭക്തി ശാഖയിലെ പ്രവർത്തകൻ. ഉനോനെ ശ്രീരാം കാ അപ്നാ സബ് കുച്ച് മാന. ശ്രീരാമനാണ് തൻ്റെ എല്ലാം എന്നാണ് അദ്ദേഹം കണക്കാക്കിയിരുന്നത്. ഉത്തർ ഭാരത് മേ രാംഭക്തി കി ധാരാ ബഹനെ കാ മഹാൻ കാര്യ കിയ. ഉത്തര ഭാരതത്തിൽ രാംഭക്തിയുടെ ആ ഒരു പ്രവൃത്തിക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്തു. ഉനീം കെ പ്രയാസെ ഭാരത് മേ രാം കെ പ്രതി ഭക്തി ബഡ്നെ ലഗി. അദ്ദേഹത്തിൻ്റെ പരിശ്രമം കൊണ്ട് ഭാരതത്തിൽ രാമനോടുള്ള സ്നേഹം വർദ്ധിക്കുവാനും കൂടാതെ ഭക്തിയും വർദ്ധിക്കാൻ തുടങ്ങി. ശ്രീരാം ആരാധ്യബനെ. ശ്രീരാം എല്ലാവരെയും ആരാധ്യ പുരുഷനായി തീർന്നു. ഉനക്കെ ഉപദേശാനുസാർ തുളസീദാസിനെ രാംഭക്തി ശാഖ കോ അപ്നാക്കർ അനേക മഹത്വപൂർണ്ണ കാര്യ കിയ. അദ്ദേഹത്തിൻ്റെ ഉപദേശാനുസരിച്ച് തുളസീദാസ് രാംഭക്തി ശാഖയെ സ്വീകരിക്കുകയും വളരെയധികം മഹത്വപൂർണ്ണമായി അതിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഹിന്ദി സാഹിത്യ കോ മഹാൻ ബനാനെ മേം സന്ത് തുളസീദാസ് കാ കാം സദാ വന്ദനീയ രഹാ ഹെ. ഹിന്ദി സാഹിത്യത്തിൽ വളരെയധികം നല്ലതാക്കി തീർക്കുന്നതിന് വേണ്ടി തുളസീദാസ് നല്ല രീതിയിലാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അത് വളരെയധികം എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നു. रावधी में लिखा गया महाकाव्य श्री रामचरितमानस जन മാനസ് മേ ഭക്തി കാ മഹാസാഗർ ഭർ ദേതാ ഹെ. അവധിയിൽ എഴുതിയിരിക്കുന്ന മഹാകാവ്യമായ ശ്രീ രാമചരിതമാനസ് ജനമനസ്സുകളിൽ ഭക്തിയുടെ ഒരു കടൽ തന്നെ നിറച്ചു എന്ന് തന്നെ പറയാം. ഉത്തർപ്രദേശ് കെ ഘർ ഘർ മേം യ കാവ്യ ആജ് ബി ഗായാ ജാതാ ഹെ. ഉത്തർപ്രദേശിലെ ഓരോ വീടുകളിലും ഈ രാമചരിതമാനസ് എന്നുള്ള കാവ്യം ഇന്നും പാടിക്കൊണ്ടിരിക്കുന്നു. ഉത്തർ ഭാരത് മേം ഹി നഹി സമ്പൂർണ്ണ ഭാരത് മേം ബഡേ ആദർ കെ സാത്ത് രാമചരിതമാനസ് ഗായാ ജാതാ ഹെ. ഉത്തര ഭാരതത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും തന്നെ ആദരവോടുകൂടി ശ്രീരാമചരിതമാനസ്
പാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. കൃഷ്ണഭക്തി ശാഖ ഹിന്ദി സാഹിത്യമേ ഭക്തികാൽ കാ അമർ സ്ഥാൻ ഹെ. ഹിന്ദി സാഹിത്യത്തിൽ ഭക്തികാലത്തിന് വളരെ വലിയൊരു സ്ഥാനമാണ് ഉള്ളത്. ഭക്തികാൽ മേ രാംഭക്തി ശാഖ കെ സാത്ത് കൃഷ്ണഭക്തി ശാഖ കാ ഭി മഹത്വപൂർണ്ണ സ്ഥാൻ ഹെ. ഭക്തികാലത്തിൽ രാംഭക്തി ശാഖയെ പോലെ തന്നെ കൃഷ്ണഭക്തി ശാഖയ്ക്കും വളരെയധികം മഹത്വപൂർണ്ണമായ സ്ഥാനമാണ് ഉള്ളത്. ഭാരത് മേം രാം और कृष्ण की भक्ति पुराने ज़माने से आज तक जनमानस में भक्ति रस भर रही है. ഭാരതത്തിൽ രാമൻ്റെയും കൃഷ്ണൻ്റെയും ഭക്തി പഴയ കാലം മുതൽ ഇന്ന് വരേക്കും ജനഹൃദയങ്ങളിൽ ഭക്തിരസമാണ് നിറച്ചിരിക്കുന്നത്. ഭഗവാൻ കൃഷ്ണ के जन्म तथा लीलाओं का वर्णन कर भक्ति काम को समृद्ध बनाने में कृष्ण भक्ति शाखा के कवि सक्षम रहे. ഭഗവാൻ കൃഷ്ണൻ്റെ ജന്മം മുതൽ ലീലകളെല്ലാം വർണ്ണിക്കുകയും ഭക്തിയുടെ പ്രവൃത്തിയിൽ സമൃദ്ധമാക്കുന്നതിന് വേണ്ടി കൃഷ്ണഭക്തി ശാഖയിൽ ആ കവി വളരെയധികം സക്ഷമനായി തന്നെ ഇരുന്നു. മാധവാചാര്യ ഈ ശാഖയ്ക്ക് പ്രവർത്തക് രഹേ. മാധവാചാര്യനായിരുന്നു കൃഷ്ണഭക്തി ശാഖയിലെ പ്രധാന പ്രവർത്തകൻ. ബാലകൃഷ്ണ की लीलाओं से लेकर श्री कृष्ण की रास लीलाओं का वर्णन इस शाखा में पाया जाता है. ബാലകൃഷ്ണൻ്റെ ലീലകൾ തുടങ്ങി ശ്രീകൃഷ്ണൻ്റെ രാസലീലകളെ വരേക്കും ഇതിൽ വർണ്ണിക്കുന്നു. ഭക്ത മൻ കോ ഭർനെ മേ ഇസ് ശാഖ കാ സഭി കവി സഫൽ സിദ്ധ ഹുയേ ഹെ. ഭക്ത മനസ്സിൽ വളരെയധികം ശ്രദ്ധ പതിപ്പിക്കുകയും ഈ കവികൾ ഇതിൽ വിജയിക്കുകയും ചെയ്തു. സൂർദാസ് കൃഷ്ണഭക്തി ശാഖയ്ക്ക് സർവപ്രമുഖ കവി. സൂർദാസ് കൃഷ്ണഭക്തി ശാഖയിലെ പ്രമുഖനായ കവിയാണ്. വല്ലഭാചാര്യയ്ക്ക് പ്രധാന ശിഷ്യ രഹക്കർ കൃഷ്ണഭക്തി സബ്കെ മൻമേ ഭർനെ മേ യേ സഫൽ രഹി. വല്ലഭാചാര്യൻ്റെ പ്രധാന ശിഷ്യനായിരുന്നുകൊണ്ട് കൃഷ്ണഭക്തി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. സൂർസാഗർ സൂർസരാവലി തഥാ സാഹിത്യ ലഹരി സേനോനെ ഹിന്ദി സാഹിത്യക്കോ സമൃദ്ധ ബനായ. അദ്ദേഹത്തിൻ്റെ കൃതികളായ സൂർസാഗർ സൂർസരാവലി കൂടാതെ സാഹിത്യ ലഹരി ഇതെല്ലാം ഹിന്ദി സാഹിത്യത്തെ സമൃദ്ധമാക്കി തീർത്തു. സൂർ കെ കാവ്യപ്രേം ഭക്തി और സംഗീത കാ സംഗം ഹെ. സൂർദാസിൻ്റെ കാവ്യപ്രേമം ഭക്തിയുടെയും സംഗീതത്തിൻ്റെയും ഒരു കൂടിച്ചേരലായിരുന്നു. ബാൽ ലീലാവോ മേം വാത്സല്യ രസ് ഭർക്കർ ഇനോനെ ഹർ മൻ കോ പുളകിത് കിയാത. ബാലലീലകളിൽ ആ വാത്സല്യ രസം നിറച്ചുകൊണ്ട് അദ്ദേഹം ഓരോരുത്തരുടെയും മനസ്സിലും വളരെയധികം ഭക്തിയും സംഗീതവും നിറച്ചു. വളരെയധികം ഓരോരുത്തരുടെ മനസ്സിലും പുളകിതമാക്കുകയും ചെയ്തു. ശൃംഗാർ രസ് കാ ഭി യഹി ഉദാഹരൺ ഇൻകാ പദോ മേ ഹം ദേഖ് സക്തേ ഹെ. ശൃംഗാർ രസത്തിൻ്റെ ഒരു ഉദാഹരണവും ഈ പദങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നു. സംयोग के साथ वियोग श्रृंगार भी यथार्थ वर्णन प्रदान कर पाठकों के मन में इन्होंने ആദരണീയ സ്ഥാൻ പായ ഹെ. സംയോഗ ശൃംഗാരവും വിയോഗ ശൃംഗാരത്തിൻ്റെ യഥാർത്ഥ വർണ്ണനം ചിത്രീകരിച്ചുകൊണ്ട് വായിക്കുന്നവരുടെ മനസ്സിൽ അദ്ദേഹം ആദരണീയമായ സ്ഥാനമാണ് നേടിയെടുത്തത്. ഉൻകി ഭാഷ വ്രജഭാഷ ഹെ. അദ്ദേഹത്തിൻ്റെ ഭാഷ വ്രജഭാഷയാണ്. കൃഷ്ണ ഹി ഉൻക സബ് കുച്ച് ഹെ. സൂർദാസിന് കൃഷ്ണനായിരുന്നു എല്ലാം. കൃഷ്ണഭക്തി ശാഖ കെ കവിയോ മേ മീരാബായ് രസ് കാ നന്ദദാസ് ആദി കെ നാം ആദർ കെ സാത്ത് ലിയാ ജാതാ ഹെ. കൃഷ്ണൻ്റെ എല്ലാം ആയിരുന്നു കൃഷ്ണഭക്തി ശാഖയിൽ കവികളിൽ മീരാബായ് രസ് കാൻ നന്ദദാസ് മുതലായവരുടെ പേര് ആദരവോടുകൂടി ഇന്നും ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.